കോട്ടയം സ്വദേശിയായ അനന്തു അജിയുടെ അസ്വാഭാവിക മരണം കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിലെ ഒരു ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്ത മരണമൊഴി എന്ന വീഡിയോയിലൂടെയും കുറിപ്പുകളിലൂടെയുമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കുട്ടിക്കാലം മുതൽ താൻ നേരിട്ട ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും ഈ ദുരനുഭവങ്ങൾ തന്റെ മാനസികാരോഗ്യത്തെ എങ്ങനെ തകർത്തു എന്നതിനെക്കുറിച്ചുമുള്ള അനന്തുവിന്റെ വാക്കുകൾ അതീവ ഗൗരവത്തോടെയാണ് സമൂഹം ഏറ്റെടുത്തത്. അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയും 15 പേജുകളിലായി ഷെഡ്യൂൾ ചെയ്ത ആത്മഹത്യാക്കുറിപ്പും താൻ എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നതിനുള്ള ഉത്തരം തേടുന്നവരോടുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. 2025 സെപ്റ്റംബർ 14 സമയം 10:26 ചിത്രീകരിച്ച ഈ വീഡിയോയിൽ താൻ ഒരു ഇൻട്രോവേർട്ടും ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തിയുമാണെന്ന് അനന്തു സ്വയം പരിചയപ്പെടുത്തുന്നു. താൻ ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ രോഗിയാണെന്നും കഴിഞ്ഞ ഒരു മാസമായി 7 തരം ഗുളികകൾ കഴിച്ചുകൊണ്ടാണ് ജീവൻ നിലനിർത്തിയതെന്നും യുവാവ് പറയുന്നുണ്ട്. ഈ OCDക്ക് പിന്നിലെ യഥാർത്ഥ കാരണം 3-4 വയസ്സ് മുതൽ താൻ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയായതാണ്. തന്നെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വർഷം മാത്രമാണ്. OCD എന്ന ഒരാളുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അനന്തു വേദനയോടെ പറയുന്നുണ്ട്. തന്റെ ലൈംഗിക ചൂഷണത്തിന് കാരണക്കാരനായ ഒരാളെ അനന്തു വീഡിയോയിൽ പേരെടുത്ത് പറയുന്നുണ്ട്. എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തത് നിതീഷ് മുരളീധരൻ എന്നയാളാണ്, എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഈ വ്യക്തി തുടർച്ചയായി തന്നെ ചൂഷണം ചെയ്തുവെന്നും ഇപ്പോൾ വിവാഹം കഴിച്ച് കുടുംബസമേതം നല്ല നിലയിൽ ജീവിക്കുന്നുവെന്നും അനന്തു വെളിപ്പെടുത്തി. താനാണ് യഥാർത്ഥത്തിൽ ഇരയെങ്കിലും ജീവിതകാലം മുഴുവൻ ഈ ദുരനുഭവം താൻ അനുഭവിക്കേണ്ടി വരുമെന്നും തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് അനന്തു തന്റെ മാനസിക സംഘർഷം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. താൻ പല സ്ഥലങ്ങളിൽ നിന്ന് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അനന്തു പറയുന്നു. ഇതിൽ ഏറ്റവും ഗൗരവമായ ഒരു ഭാഗം RSS ക്യാമ്പുകളിലെ ദുരനുഭവങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആളുകളുണ്ട്, അവരാണ് RSSകാർ എന്നും അനന്തു പറയുന്നു. അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത് ഭയങ്കര ടോർച്ചറിംഗ് ആണ്. മെന്റലി, ഫിസിക്കലി, സെക്ഷലി അവർ അബ്യൂസ് ചെയ്യും. കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്. തെളിവ് ചോദിച്ചാൽ നൽകാനില്ലെന്നും ഇത്ര വർഷം കഴിഞ്ഞാൽ എവിടെ തെളിവ് കിട്ടാനാണെന്നും യുവാവ് ചോദിക്കുന്നു. തനിക്ക് സമാനമായ അനുഭവം നേരിട്ട പലരും സംഘടനയിൽ ഉണ്ടെന്നും എന്നാൽ ആരും തുറന്നു പറയാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. താൻ സംഘടനയിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറയാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം കുറിക്കുന്നു. അമ്മയോടും സഹോദരിയോടുമുള്ള സ്നേഹം മാത്രമാണ് തന്നെ ഇത്രയും നാൾ ജീവിപ്പിച്ചത്. എന്നാൽ തനിക്ക് അവർക്ക് ഒരു നല്ല മകനോ ചേട്ടനോ ആവാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലൊരു അമ്മയെയും സഹോദരിയെയും ലഭിക്കാൻ പുണ്യം ചെയ്യണമെന്നും അനന്തു പറയുന്നു. ചെറുപ്പത്തിൽ അച്ഛനാണ് തന്നെ RSSലേക്ക് കൊണ്ടുവന്നതെന്നും മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹം നൽകി വളർത്തണമെന്നും അവരെ കേൾക്കാൻ തയ്യാറാകണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. 2019 വാഹനാപകടത്തിൽ മരണപ്പെട്ട അനന്തുവിന്റെ അച്ഛൻ RSS താലൂക്ക് ഭാരവാഹിയായിരുന്നു. അനന്തു അജിയെ തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തുവന്ന ഈ വെളിപ്പെടുത്തലുകൾ പോലീസ് അന്വേഷണത്തിന് പുതിയ ദിശാബോധം നൽകി. ഈ വിഷയത്തിൽ തമ്പാനൂർ പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും വീഡിയോകളും മരണമൊഴിയായി പരിഗണിച്ച് അന്വേഷണം വിപുലീകരിച്ചു. ആത്മഹത്യാ പ്രേരണാകുറ്റം കൂടി ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അനന്തുവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. വീഡിയോയിൽ പേര് പരാമർശിച്ച നിതീഷ് മുരളീധരനിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചു. ഇയാളുടെ സ്ഥാപനം അടഞ്ഞുകിടക്കുന്നതായും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അപ്രത്യക്ഷമായതായും റിപ്പോർട്ടുകളുണ്ട്. അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് RSS ദക്ഷിണ കേരള കോട്ടയം വിഭാഗം പോലീസിൽ പരാതി നൽകി. അനന്തുവിന്റെ കുടുംബം വർഷങ്ങളായി RSSുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരാണെന്നും സംഘടനയ്ക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ദുരൂഹവും അടിസ്ഥാനരഹിതവുമാണെന്നും RSS വ്യക്തമാക്കി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിലൂടെ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും അവർ പ്രസ്താവനയിൽ അറിയിച്ചു. യുവാവിന്റെ ഐഡിയിൽ മറ്റാരെങ്കിലും പോസ്റ്റ് ഇടാനുള്ള സാധ്യത അന്വേഷിക്കണമെന്നും RSS ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP അനന്തുവിന്റെ ആരോപണങ്ങൾ ഭയാനകമാണെന്നും രാജ്യത്തുടനീളമുള്ള RSS ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അപകടത്തിലാണെങ്കിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസും DYFI ബ്ലോക്ക് കമ്മിറ്റിയും കാഞ്ഞിരപ്പള്ളി DYSPക്ക് പരാതി നൽകി. അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ലൈംഗിക ചൂഷണ ആരോപണങ്ങളും കേരള പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. യുവാവിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇൻസ്റ്റഗ്രാമിലെ വെളിപ്പെടുത്തലുകളും ആരോപണ വിധേയനായ വ്യക്തിയുടെ പങ്കും ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ ദുരന്തത്തിന് പിന്നിലെ സത്യം പുറത്തു വരികയുള്ളൂ.